നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ഓഗസ്റ്റ് 1 മുതൽ 31 വരെ, അതായത് കർക്കിടകം 16 മുതൽ ചിങ്ങം 15 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. പുണർദം നക്ഷത്രജാതർക്ക് ഓഗസ്റ്റ് മാസം ആദ്യവാരങ്ങളിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യത്തിലും ഉണ്ടാകുന്നതാണ്. നല്ല രീതിയിൽ കർമ്മരംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീവ്ര പരിശ്രമം നടത്തുന്നതെല്ലാം തന്നെ ഫലപ്രാപ്തിയിലെത്തണമെന്നില്ല. ധനനഷ്ടങ്ങൾ, ഇച്ഛാഭംഗം, അലച്ചിൽ, യാത്രാക്ലേശം ഇവയൊക്കെ അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നുള്ള അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങൾ നിങ്ങളെ മാനസികമായി തളർത്തുന്നതായി കാണാം. ഏത് കാര്യത്തിലും വളരെ നന്നായി ആലോചിച്ചു മാത്രം പ്രവർത്തിക്കുക. സർക്കാർ ഉദ്യോഗസ്ഥർ വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ചില പ്രശ്നങ്ങളിൽ അകപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലവിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നതിനും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനും യോഗമുള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുന്നത് അഭികാമ്യം. പുണർദം നക്ഷത്രജാതർ വരുന്ന പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഏതുവിധത്തിലും തൊഴിൽപരമായ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ചില അസ്വസ്ഥതകളോ കലഹങ്ങളോ ഉണ്ടായേക്കാം. നിങ്ങളുടെ സംഭാഷണങ്ങളിൽ തന്മയത്വവും മിതത്വവും സംയമനവും ഗുണം ചെയ്യുന്നതാണ്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനുള്ള അനുകൂലമായ സാഹചര്യമാണ്. പഠനത്തിന്, ജോലിക്ക് വേണ്ടി വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യസിദ്ധി കാണുന്നുണ്ട്. ഇനി വ്യാപാര വാണിജ്യ രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ കൈവരുന്നതായി കാണുന്നു. അതുപോലെ തന്നെ ഗവേഷണ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം സാധ്യമാകുന്നു. ഗൃഹനിർമ്മാണം നടത്തുന്നവരാണെങ്കിൽ അതിവ്യയമുണ്ടാകാതെ, അധിക ചെലവുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പങ്കാളിത്ത വ്യവസ്ഥയിൽ കച്ചവടം നടത്തുന്നവരും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. വീട്ടമ്മമാരായ സ്ത്രീകൾ തങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ട സമയമാണ്. ഓഗസ്റ്റ് മാസം അവസാനത്തോടെ പുണർദം നക്ഷത്രജാതർക്ക് ചില അപ്രതീക്ഷിത രോഗക്ലേശങ്ങൾക്കുള്ള സാധ്യതയുണ്ടെങ്കിലും താൽക്കാലികമായി ഉണ്ടാകുന്ന ഈ അനാരോഗ്യാവസ്ഥ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായാണ് കാണുന്നത്. പുണർദം നക്ഷത്രജാതർക്ക് തങ്ങളുടെ അടുപ്പക്കാരിൽ നിന്നുള്ള ദുഷ്പ്രചരണം കേൾക്കുവാനുള്ള യോഗമുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ മൂത്രസംബന്ധമായോ ആർത്തവവുമായോ ബന്ധപ്പെട്ട ചില അസുഖങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും സാധ്യത കാണുന്നുണ്ട്. വിവാഹ ജീവിതത്തിൽ അതീവ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. ഇനി കുറച്ച് വൈകിട്ടാണെങ്കിലും തൊഴിലന്വേഷിക്കുന്നവർക്ക് ജോലി സാധ്യത കാണുന്നു. നിലവിലുള്ള പ്രണയബന്ധങ്ങൾ പുരോഗതി പ്രാപിക്കുന്നതായി കാണുന്നുണ്ട്. ജോലിയുള്ളവർക്ക് ഉന്നത സ്ഥാനത്തിനും യോഗം കാണുന്നു. അതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ശ്രേയസ് വർദ്ധിക്കുന്നതായി കാണുന്നു. ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതായി കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസം അവസാന പാദത്തോടെ പുണർദം നക്ഷത്രജാതർക്ക് പൊതുവെ കുടുംബസൗഖ്യം, സാമ്പത്തിക പുരോഗതി, സന്താനങ്ങൾക്ക് ഔന്നത്യം, കർമ്മത്തിൽ അഭിവൃദ്ധി എന്നിവ കാണുന്നു. സന്താന സൗഭാഗ്യം ഈശ്വരാധീനം കൊണ്ടും യഥാവിധി ചെയ്യുന്ന ദോഷശാന്തി കൊണ്ടും പ്രാപ്തമാകുന്നതായി കാണുന്നു. സ്വന്തമായി ബിസിനസ് ചെയ്യാൻ സാധ്യത, ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട മാസമാണിത്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായി വേർപിരിയുവാനുള്ള സാധ്യത കാണുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് തങ്ങളുടെ കുടുംബത്തിൽ പെരുമാറേണ്ടത്
അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ദോഷനിവൃത്തികൾ ചെയ്യേണ്ടതും അഭിലഷണീയവും അനിവാര്യവുമാണെന്നാണ് മനസ്സിലാവുന്നത്. സമൂഹത്തിൽ അർഹമായ സ്ഥാനങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. അതുപോലെ തന്നെ കൃഷിയിൽ നിന്നും ഓഹരി ബിസിനസ്സിൽ നിന്നുമുള്ള ലാഭം കിട്ടുന്നതായി കാണുന്നുണ്ട്. പണവും പ്രശസ്തിയും കൈവരിക്കുന്നതായി കാണാം. വിവാഹം ആലോചിക്കുന്നവരാണെങ്കിൽ തീരുമാനമെടുക്കുവാൻ നല്ല സമയമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ. വിവാഹിതർക്ക് തങ്ങളുടെ സന്താനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളും മാതൃപിതൃ സ്ഥാനത്തുള്ളവരും കുറച്ച് ദോഷങ്ങൾ അനുഭവിക്കുന്നതായാണ് തെളിയുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. ഗതാഗതവുമായി ബന്ധപ്പെട്ട കർമ്മരംഗത്തുള്ളവരും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണിത്. ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കുക. ശത്രുക്കൾക്ക് മേൽ അന്തിമ വിജയം നേടുന്ന നിങ്ങൾ കുറച്ച് സമയം കാത്തിരിക്കേണ്ടതായി കാണുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗൃഹത്തിലെ പൊതുവെ എല്ലാ അംഗങ്ങൾക്കും തന്നെ ആരോഗ്യഗുണം, മനസ്സന്തോഷം, ജോലിയിലുള്ള അഭിവൃദ്ധി, സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ ഉയർന്ന വിജയം പ്രാപ്തമാകുന്നു. ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടായേക്കാമെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് നല്ല സമയമാണ്. യശസ്, കീർത്തി, പൊതുജന പിന്തുണ എന്നിവ പ്രാപ്തമാണ്. യാത്രകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യത ഉള്ളതിനാൽ നല്ല കരുതൽ അഭികാമ്യം. അതുപോലെ തന്നെ പുണർദം നക്ഷത്രക്കാർ വരവിൽ കവിഞ്ഞ ചെലവ് വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ദുർവ്യയം പൂർണ്ണമായും ഉപേക്ഷിക്കുക. സ്വയം തൊഴിൽ, ബിസിനസ്, ഭൂമി, റിയൽ എസ്റ്റേറ്റ്, കർമ്മസംബന്ധമായി ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും അനുഭവപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഇനി കലാ, സാഹിത്യ, സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കാകട്ടെ ഓഗസ്റ്റ് സെപ്റ്റംബർ അവസാന പാദം വരെ വളരെ അനുകൂലവും സാമ്പത്തിക അഭിവൃദ്ധി, ഐശ്വര്യം എന്നിവ പ്രാപ്തവുമായി കാണുന്നുണ്ട്. എന്നാൽ തന്നെയും അപകീർത്തി, ദുഷ്പേര് എന്നിവ കാണുന്നതിനാൽ മറ്റുള്ളവരുമായി ഉള്ള പെരുമാറ്റത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ബന്ധുക്കളുമായുള്ള സഹകരണം കാണുന്നുണ്ട്. സഹോദരസ്ഥാനീയരുമായുള്ള സഹകരണത്തിലൂടെ വിവിധങ്ങളായ കാര്യങ്ങളിൽ മനസ്സമാധാനവും സന്തോഷവും അനുഭവപ്പെടുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇനി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള കർമ്മദോഷങ്ങളാലും ജന്മദോഷങ്ങളാലുമുള്ള ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ഒഴിവാക്കുവാനും വേണ്ടുന്നത് ചെയ്യുന്നത് അഭിലഷണീയമാണ്. വിഘ്നേശ്വര ക്ഷേത്ര ദർശനം നടത്തി തേങ്ങ ഉടയ്ക്കുന്നതും കുടുംബക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും വന്നു ചേർന്നിട്ടുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു. ജാതി മതഭേദമന്യേ അവരവരുടെ വിശ്വാസമനുസരിച്ചുള്ള ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ വ്രതശുദ്ധിയോടുകൂടി സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും
പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.